കേരളത്തെ വളരെ സവിശേഷതയാർന്ന വളരെ നല്ല സ്നേഹ സൗഹൃദങ്ങളോടെ ഈ മുന്നോട്ട് പോകുന്നൊരു ജനതയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഏറ്റവും പങ്കുവഹിച്ച ഒരു സംവിധാനം സമസ്ത കൂടെയാണ് എന്ന് ഞാൻ പറയും. അത് പ്രത്യേകിച്ച് ഞാനൊരു വടക്കേ മലബാറുകാരനായതുകൊണ്ട് ഈ കണ്ണൂർ ഭാഗത്തുനിന്നൊക്കെ നമ്മുടെ കുട്ടിക്കാലം കടന്നു വന്ന ഒരാളായതുകൊണ്ട് ഈ സമസ്ത എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് മതപരമായിട്ടുള്ള വിഭജനം ഇന്നിപ്പോൾ കാണുന്ന പോലെ പരസ്യമായുള്ള സ്ഥലങ്ങളിൽ ചർച്ചയോ അല്ലെങ്കിൽ വലിയ ബഹളങ്ങളോ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല വളരെയേറെ ഇഴുകി അവരവരുടെ മതസവിശേഷതകളിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും നിൽക്കുന്നു. സ്നേഹ സംവാദ സദസ് ഉണ്ടായിരുന്നില്ല. അതാണ്, അത് പ്രത്യേകിച്ച് ഉണ്ടാക്കേണ്ടുന്ന കാര്യം ഉണ്ടായിരുന്നില്ല. അതായത് അത് ആളുകളുടെ ആന്തരികമായിട്ടുണ്ടായിരുന്നു. ചില സലഫി പ്രസ്ഥാനങ്ങളാണ് ഈ സ്നേഹ സംവാദ സംവിധാനം കൊണ്ടുവന്നാണ് ഈ പറഞ്ഞ ഞാൻ പറഞ്ഞത് കൊണ്ടുവന്നത്. അതായത് പ്രത്യേകമായിട്ട് പുറത്തു നിന്ന് എന്തെങ്കിലും ഉണ്ടാക്കേണ്ടതില്ലാത്ത വിധം ആളുകൾക്കുള്ളിൽ ആന്തരികമായി തന്നെയും പരസ്പര സ്നേഹവും ബഹുമാനവും അവനവൻ്റെ വിശ്വാസത്തെ സംരക്ഷിക്കുമ്പോൾ തന്നെ മറ്റ് ആളുകളുടെ വിശ്വാസത്തെ ബഹുമാനിക്കുക എന്നുപോലുള്ള കാര്യങ്ങളൊക്കെ അക്കാലത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അത് സമസ്ത വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ മുന്നിൽ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഒന്ന് ബാബറി മസ്ജിദിൻ്റെ ധ്വംസനമാണ്. ബാബറി മസ്ജിദ് തകർത്തത് അത് ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും നൂറ്റാണ്ടുകൾ നിലനിന്ന ഒരു വലിയ മതത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സംവിധാനം തകർക്കപ്പെടുമ്പോൾ ഉണ്ടാകാവുന്ന മറ്റിളക്കങ്ങൾ കേരളത്തിലേക്ക് വന്നില്ല എന്നതിനെ എല്ലാവരും മുസ്ലിം ലീഗിൻ്റെ ഭാഗത്തേക്കൊക്കെ പറയും. അതിനകത്ത് സമസ്ത എന്ന് പറയുന്ന പണ്ഡിത സഭയ്ക്കുള്ള വലിയ പങ്കാളിത്തം ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. രണ്ടാമത്തേത് ISISൻ്റെ വരവാണ്. ലോകത്തിൻ്റെ തന്നെ മനുഷ്യരാശിയുടെ ചരിത്രത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദുഷ്ടമായൊരു വരവായിരുന്നു ഈ ISISൻ്റെ വരവ്. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും അതിൻ്റെ ഇടയിളക്കങ്ങളുണ്ടായി. ആളുകൾ അവിടേക്ക് പോയി മനുഷ്യനെ കൊല്ലുകയും അങ്ങേയറ്റം നിഷ്ഠൂരമായ കാര്യങ്ങൾ നിർവഹിക്കുകയും ചെയ്തു. പക്ഷേ ISIS വന്ന അന്ന്, അതായത് അത് വാർത്തയായതിൻ്റെ പിറ്റേ ദിവസം ഒരു സംശയവുമില്ലാതെ സമസ്തയുടെയും മറ്റും പണ്ഡിതന്മാർ അതിനെ എതിർത്ത് കളയുകയാണ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു സംശയമേ ഇല്ല. ഞങ്ങൾക്ക് ഇത്രയും കാലത്തെ ഈ ദൈവ വഴിയിലൂടെ നടന്നതിൻ്റെ ധാരണയുണ്ട്. ഇത് ഞങ്ങളുടെ മതത്തിൽപ്പെട്ട സംവിധാനമല്ല ഈ നടക്കുന്നതെന്ന് പറഞ്ഞ് തള്ളിക്കളയാണ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള സംവിധാനങ്ങൾ താലിബാനെ പോലെ അങ്ങേയറ്റം ഹിംസാത്മകരായിട്ടുള്ള ആളുകളെ മെല്ലെ മെല്ലെ പിന്തുണക്കാനൊക്കെ ശ്രമിക്കുകയും മറ്റും വർത്തമാനം പറയുക അവരുടെ ചെറുപ്പക്കാരൊക്കെ പറഞ്ഞ പോലും സമസ്തയുടെ പ്രാധാന്യം എന്താണ്, സമസ്ത ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെ ഈ മുസ്ലിം സമുദായത്തെ മാത്രമല്ല കേരളത്തിൻ്റെ പൊതുസമൂഹത്തെ ആകെ എങ്ങനെ സ്വാധീനിച്ചു എന്നത് നമുക്ക് വളരെയേറെ അറിയാവുന്ന